നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചുള്ളു. കുരുമുളക് ഇപ്പോൾ നല്ല രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഉള്ള കർഷകർ വളരെ സന്തോഷത്തിൽ. കുരുമുളക് ഇപ്പോൾ ഗാർബിൾഡ് കിലോ 709, കുരുമുളക് അൺഗാർബിൾഡ് കിലോ 689, കുരുമുളക് പുതിയത് 679, കുരുമുളക് നാടൻ 685, കുരുമുളക് വയനാടൻ 685, ചേട്ടൻ 675. ഇതാണ് വില ഇപ്പോൾ ഓടുന്നത്. കുരുമുളകിൻ്റെ വില കൂടാൻ കാര്യം ഇപ്പോൾ ക്രിസ്മസ് പുതുവത്സര ദിനങ്ങളായതോടുകൂടി വാങ്ങൽ കൂട്ടൽ തകൃതിയായിട്ട് നടക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ മോഹവിലയിൽ കൊടുത്തെങ്കിലും കുരുമുളക് വാങ്ങിച്ച് കൂട്ടി വെക്കാമെന്നുള്ള ആഗ്രഹത്തിൽ നടക്കുന്നത്. കുരുമുളക് കർഷകർ വളരെയേറെ പ്രതീക്ഷയിൽ ഇപ്പോൾ വില കൂടുമെന്ന് വിചാരിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം ഇപ്പോൾ നല്ല കോളാണ്. ഇങ്ങനെ വില കൂടുമ്പോൾ കൊടുക്കാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ. കൊച്ചിയിൽ ഗാർബിൾഡ് കിലോ ഈ കിൻഡലിൻ്റെ പുറത്ത് 200 രൂപയാണ് വർദ്ധിച്ചത്. ഇപ്പോൾ ആവശ്യത്തിനധികം കുരുമുളക് നമ്മുടെ നാട്ടിൽ കിട്ടാത്തത് കൊണ്ടും വില ഇപ്പോൾ കൂടുകയാണ്. മിക്ക വീട്ടുകളിലും ഡ്രമ്മിലും ഒക്കെ വളർത്തിയാണ് വീട്ടാവശ്യത്തിനെങ്കിലും കുരുമുളക് ഉണ്ടാക്കുന്നത്. മറ്റു ചിലരാകട്ടെ വ്യാവസായിക അടിസ്ഥാനത്തിൽ പൈപ്പൊക്കെ കുഴിച്ചിട്ട് വളരെ വിശാലമായിട്ടാണ് കുരുമുളക് കൃഷി നടത്തുന്നത്. നാട്ടിൻ പ്രദേശങ്ങളിൽ കുരുമുളക് പറിച്ച് ഉണക്കി വെച്ച് കൊടുത്താണ് വീട്ടുചെലവും മറ്റും പെൺകുഞ്ഞുങ്ങളെ കെട്ടിച്ചയക്കുന്നതൊക്കെ. ഇപ്പോൾ ആ കുരുമുളക് ചെടിയൊക്കെ വലിച്ചു പറിച്ച് ദൂരെ കളഞ്ഞിട്ട് ഇപ്പോൾ റബ്ബർ ആണ് കൂടുതൽ നട്ടുപിടിച്ചേക്കുന്നത്. അതിലും നമുക്ക് നടാം ഡ്രമ്മിലോ മറ്റും നമ്മുടെ വീട്ടാവശ്യത്തിനെങ്കിലും കുരുമുളക്. നമുക്ക് വണ്ടിയുണ്ടെങ്കിൽ അതിന് പൊല്യൂഷൻ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. പുക സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ RC ബുക്ക് മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്യണം. അതിനായി OTP വരുമ്പോൾ പറഞ്ഞു കൊടുക്കുക വേണം പൊല്യൂഷൻ സെൻറ്ററിൽ. നേരത്തെയൊക്കെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഏതെങ്കിലും നമ്പർ അവിടെ ആ സെൻറ്ററിൽ പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് നടക്കത്തില്ല. RC ബുക്കും ആധാറിൽ കൊടുത്തിരിക്കുന്ന അതേ മൊബൈൽ നമ്പരും വേണം. അതിൽ പൊല്യൂഷൻ സെൻറ്ററിൽ ചെല്ലുമ്പോൾ സർട്ടിഫിക്കറ്റ് അടിക്കണമെങ്കിൽ അതിൽ OTP വരും. ആ വാലിഡ് ആയുള്ള മൊബൈൽ നമ്പറിൽ OTP വരുമ്പോൾ ആ OTP അവർക്ക് പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ യഥാർത്ഥ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് സംബന്ധിച്ച പുക പരിശോധനാ കേന്ദ്രങ്ങൾക്ക് നാഷണൽ ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ നിർദ്ദേശം ലഭിച്ചു. ഈ ആഴ്ച മുതലാണ് OTP സംവിധാനം നിലവിൽ വന്നത് പുതിയ പൊല്യൂഷൻ എടുക്കുന്നവർക്ക്. വാഹന ഉടമകളുടെ നമ്പരാണ് ഈ വാഹനങ്ങളെ റിലേറ്റഡുള്ള ഒരു ആപ്പായ പരിവാഹൻ മുഖേന ലിങ്ക് ചെയ്യേണ്ടതാണ്. പുറം സംസ്ഥാനങ്ങളിൽ നിന്നടക്കം കൊണ്ടുവരുന്ന ചില വാഹനങ്ങളിലും പഴക്കമുള്ള ചില വാഹനങ്ങളും RC മൊബൈൽ നമ്പരുമായി ലിങ്ക് ചെയ്തിട്ടില്ലെന്നാണ് മോട്ടോർ വകുപ്പിൻ്റെ കണ്ടെത്തൽ. കേരളത്തിൽ പുക പരിശോധന 2350 സെൻറ്ററുകളാണുള്ളത്. ഇതിൽ 48 സെൻറ്ററുകൾ പുക പരിശോധിക്കുമ്പോൾ വാഹന ഉടമകളുടെ നമ്പർ വ്യാജമായി നൽകിയതിനാൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്താൽ വാഹനങ്ങളുടെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് ലഭിക്കും. അതിനു പുറമെ വാഹനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പിഴ ഈടാക്കിയാൽ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജ് വരികയും ചെയ്യും. അത് ഉടമകൾക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അതിൽ പ്ലേ സ്റ്റോർ വഴി നെക്സ്റ്റ് ജനറേഷൻ പരിവാൻ ആപ്പ് ലോഡ് ചെയ്തതിന് ശേഷം അതിനകത്ത് 6 ഡിജിറ്റ് സെക്യൂരിറ്റി പിന്നൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ വണ്ടി നമ്പരൊക്കെ അടിച്ചു കൊടുത്താൽ നമുക്ക് അതിനകത്ത് ഫുൾ ഡീറ്റെയിൽ കിട്ടും. വണ്ടികളെ സംബന്ധിച്ച് എന്നാ ഇൻഷുറൻസ് തരുന്നത്, എന്നാണ് എൻ്റെ ടാക്സ്, പൊല്യൂഷൻ ആൻഡ് ഇൻഷുറൻസ്, എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യക്തമായി അറിയുകയും ചെയ്യാം. കൃത്യസമയത്ത് കൈകാര്യം ചെയ്യുക, ഫൈനിൽ നിന്ന് രക്ഷപ്പെടാം. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്നു വളരെയധികം നന്ദി.